കോച്ച്, നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞല്ലോ. പലർക്കുള്ള പരാതിയാണ് നമ്മൾ ലോസ് ചെയ്ത വെയിറ്റ് പെട്ടെന്ന് തന്നെ ഗെയിൻ ചെയ്യുന്നത്. അതെന്തായിരിക്കും റീസൺ? ഓണത്തിന് മാത്രം ഉള്ള ഒരു പ്രോബ്ലം അല്ല, ജനറൽ ആയിട്ട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ബിഗ് ഇഷ്യൂ ആണ്. ഓൾ ഓൺ എ സഡൻ വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാർ, വിത്തൗട്ട് വെയിറ്റ് ട്രെയിനിങ് വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാർ, ഒരു ക്രാഷ് ഡയറ്റിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി വെയിറ്റ് കുറയ്ക്കുന്ന ആളുകൾ, ഇവരെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സഡൻ ആയിട്ടുള്ള ഒരു റീഗെയിൻ, ഡബിൾ ആയിട്ട് അവർ വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ആളുകൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡിലോട്ട് പോകും. ഇവിടുത്തെ പ്രോബ്ലം, നിങ്ങളുടെ കാലോറി കുറയുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ ഡയറ്റിൽ ഇനഫ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇല്ലാതെ വരുന്നു. പ്രോട്ടീൻ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മസിൽ മാസ് കുറഞ്ഞു വരും. വീണ്ടും വേറൊരു കാര്യം സംഭവിക്കും, മെറ്റാബോളിസം വളരെയധികം സ്ലോ ആയി വരും. വീണ്ടും നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ മെറ്റാബോളിസം താഴുന്നു. ഇങ്ങനെ മെറ്റാബോളിസം താഴ്ന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മസിൽ സെൽസ് ബിൽഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഫാറ്റ് അക്യുമുലേഷൻ അവിടെ കൂടും. ഇതാണ് നിങ്ങൾ വളരെയധികം വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കാരണം. ഈ ഗെയിൻ ചെയ്യുന്നത് മാക്സിമം ഫാറ്റ് ആകാനാണ് ചാൻസ്. ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ പോവുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫുഡിൽ ഇനഫ് ആയിട്ടുള്ള പ്രോട്ടീൻ മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. ഏതൊരു വെയിറ്റ് ലോസ് പ്രോഗ്രാം ആയിക്കോട്ടെ, വെയിറ്റ് ഗെയിൻ പ്രോഗ്രാം ആയിക്കോട്ടെ, വീക്കിലി അറ്റ്ലീസ്റ്റ് 3 times എങ്കിലും വെയിറ്റ് ട്രെയിനിങ് ചെയ്തിരിക്കണം. ട്രെയിനിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൽസ് ബിഗർ ആകുന്നു, പ്ലസ് നിങ്ങളുടെ ഡയറ്റിലുള്ള പ്രോട്ടീൻ വരുമ്പോഴും സെൽസ് ബിഗർ ആകുന്നു, നിങ്ങളുടെ മെറ്റാബോളിസം കൂടുന്നു. നിങ്ങൾ ഒരു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് കുറച്ചധികം ഫുഡൊക്കെ കഴിച്ചാൽ പോലും മെറ്റാബോളിസം ഹൈ ആയിരിക്കുന്നത് കൊണ്ട് ഫാറ്റ് അക്യുമുലേഷനുള്ള ചാൻസ് അവിടെ വളരെ കുറയും.